നമസ്കാരം. 2024 കലണ്ടർ വർഷം അവസാനിക്കാൻ ഇനി വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. പുതുവർഷം പിറക്കാൻ പോകുന്ന സാഹചര്യത്തിൽ പോയ വർഷം എങ്ങനെയുണ്ടായിരുന്നു എന്ന കണക്കുകൂട്ടലിലാണ് വാഹന രംഗം. 2024 എന്നത് സ്പോർട്സ് യൂട്ടിലിറ്റി വാഹനങ്ങളുടെ വർഷമായിരുന്നു എന്ന് നിസ്സംശയം പറയാം. ഇതിൽ തന്നെ ചെറു SUVകൾ വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ട്. അതിൽ തന്നെ ഹാച്ച്ബാക്കിന്റെ വിലയിൽ കിട്ടുന്ന ടാറ്റ പഞ്ച് മൈക്രോ SUVക്കാണ് ബമ്പർ അടിച്ചിട്ടുള്ളത്. ടാറ്റയുടെ മൈക്രോ SUV 2024 ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന കാറായി മാറിയതായി റിപ്പോർട്ടുകളുണ്ട്. 2023 ബെസ്റ്റ് സെല്ലർ കാറായ മാരുതി സുസുക്കി സ്വിഫ്റ്റിനെ അടക്കം പഞ്ച് പിന്നിലാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ കണക്കുകൾ പ്രകാരം 2,03,469 കാറുകളുടെ വിൽപ്പനയുമായി സ്വിഫ്റ്റ് ആയിരുന്നു മുന്നില്. ഈ വർഷം ആദ്യ 5 സ്ഥാനങ്ങളിൽ പോലും സ്വിഫ്റ്റിന് സ്ഥാനം നേടാനായില്ല എന്നതാണ് ശ്രദ്ധേയം. 2024 2,678 കാറുകളുടെ വിൽപ്പനയുമായി ടാറ്റ പഞ്ച് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന കാറായി മാറിയിട്ടുണ്ട്. 2023 7ാം സ്ഥാനത്തായിരുന്നു പഞ്ച് എന്ന് ഓർക്കണം. മാരുതിയുടെ ടോൾ ബോയ് ഹാച്ച്ബാക്ക് ആയ വാഗണാർ രണ്ടാമതാണ്. ഈ വർഷം 1,87,200 യൂണിറ്റാണ് വാഗണാറിന്റെ വിൽപ്പന. ഹ്യുണ്ടായുടെ ജനപ്രിയ മിഡ് സൈഡ് SUV ആയ ക്രെറ്റ 1,83,782 യൂണിറ്റ് വിൽപ്പനയുമായി മൂന്നാമതുണ്ട്. മാരുതി എർട്ടിഗയും മാരുതി ബ്രെസയുമാണ് 4, 5 സ്ഥാനങ്ങളിൽ. ഈ കാറുകൾ യഥാക്രമം 1,83,762, 1,83,718 യൂണിറ്റ് വിൽപ്പന നേട്ടം കൈവരിച്ചിട്ടുണ്ട്. സ്വിഫ്റ്റ്, ബലേനോ, മഹീന്ദ്ര സ്കോർപിയോ, മാരുതി ഫ്രോങ്സ്, ടാറ്റ നെക്സോൺ എന്നീ കാറുകളാണ് തുടർന്നുള്ള സ്ഥാനങ്ങളിൽ. കഴിഞ്ഞ വർഷം 5ാം സ്ഥാനത്തുണ്ടായിരുന്ന പഞ്ച് ഇക്കുറി 10ലേക്ക് വീണു. ഈ വർഷം നെക്സോണിന്റെ വിൽപ്പന ഏകദേശം 1,56,770 യൂണിറ്റ് ആണ്. 2021 വിപണിയിലെത്തിയ ശേഷം വമ്പൻ വളർച്ചയാണ് ടാറ്റ പഞ്ച് നേടുന്നത്. വെറൈറ്റി പവർ ട്രെയിൻ ഓപ്ഷനുകളാണ് പഞ്ചിനെ ആകർഷകമാക്കുന്ന ഒരു ഘടകം. പെട്രോള്, CNG, ഇലക്ട്രിക് പതിപ്പുകൾ പഞ്ച് വാങ്ങാൻ സാധിക്കും. ഈ വർഷം ജനുവരിയിലാണ് പഞ്ച് വിപണിയിൽ എത്തിയതെന്ന് ഈ വിൽപ്പന കണക്കുകളുടെ കൂടെ കൂട്ടി വായിക്കണം. 2023 മോഡൽ ഇയർ വാഹനങ്ങളുടെ സ്റ്റോക്ക് ക്ലിയറൻസിനായി വാഗ്ദാനം ചെയ്ത കിഴിവ് കാരണം പഞ്ച് SUV നന്നായി വിറ്റുപോയി. 6,000 RPMൽ പരമാവധി 86 PS പവറും 3,300 RPMൽ 113 Nm ടോർക്കും പുറപ്പെടുവിക്കുന്ന 1.2 ലിറ്റർ റെവോട്രോൺ എഞ്ചിനാണ് ടാറ്റ പഞ്ചിന്റെ കരുത്ത്. ഇത് 5 സ്പീഡ് മാനുവൽ, 5 സ്പീഡ് AMT ട്രാൻസ്മിഷൻ ഓപ്ഷനുകളിൽ വാങ്ങാനാകും. പഞ്ചിന്റെ മാനുവൽ പതിപ്പ് ലിറ്ററിന് 18.97 കിലോമീറ്ററും ഓട്ടോമാറ്റിക് പതിപ്പ് ലിറ്ററിന് 18.82 കിലോമീറ്റർ മൈലേജും നൽകുന്നുണ്ട്. കിലോമീറ്ററിന് 26.99 കിലോമീറ്റർ വരെയാണ് പഞ്ച് CNGയുടെ ഇന്ധനക്ഷമത അവകാശപ്പെടുന്നത്. 7-ഇഞ്ച് ടച്ച് സ്ക്രീൻ സിസ്റ്റം, ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ, ഓട്ടോ AC, ഓട്ടോമാറ്റിക് ഹെഡ്ലൈറ്റ്, കണക്റ്റഡ് കാർ സാങ്കേതിക വിദ്യ, ക്രൂയിസ് കൺട്രോൾ തുടങ്ങിയ ഫീച്ചറുകൾ ടാറ്റ പഞ്ച് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഗ്ലോബൽ NCAP ക്രാഷ് ടെസ്റ്റിൽ 5 സ്റ്റാർ റേറ്റിംഗ് നേടിയ പഞ്ച് ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായ കാറുകൾ ഒന്നുകൂടിയാണ്. ഇന്ത്യൻ വിപണിയിലെ കടുത്ത മത്സരത്തിനിടയിൽ ടാറ്റ മോട്ടോഴ്സിന്റെ വില ക്രമീകരണം അവരുടെ മോഡലുകളെ കൂടുതൽ ആകർഷകമാക്കിയിട്ടുണ്ട്. വെറും 6.13 ലക്ഷം രൂപ മുതലാണ് ഈ കാറിന്റെ വില തുടങ്ങുന്നത്. കാലാനുസൃതമായി കാറിന്റെ ഫീച്ചർ ലിസ്റ്റ് അപ്ഡേറ്റ് ചെയ്യുന്നതും സ്ഥിരമായി വിൽപ്പന നേടാൻ സഹായിക്കുന്നുണ്ട്. ഫുൾ ചാർജിൽ 421 കിലോമീറ്റർ വരെ റേഞ്ച് പായുന്ന പഞ്ച് EVയുടെ വില തുടങ്ങുന്നത് 9.99 ലക്ഷം മുതലാണ്.